സോ ഹായ് ഗൈസ്, വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ എന്തിനു പറ്റിയിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഈ വീഡിയോയുടെ ഐഡിയ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ സീൽ ആപ്ലിക്കേഷൻ എനിക്ക് വേറെ ഒരു ഫോണിലേക്ക് അയക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ അയക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് ഇവിടെ കാണാൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ എങ്ങനെ അയച്ചിരുന്നു വെച്ചാൽ ഇവിടെ ഗൂഗിൾ ഫയൽസിലേക്ക് ഇങ്ങനെ അയക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഓപ്ഷൻ ഗൂഗിൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ വേറെ ഫോണിലേക്ക് അയക്കുകയെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിന് വലിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സിംപ്ലി ആയിട്ട് വേറെ ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാതെ അയക്കാൻ പറ്റും. അതെങ്ങനെയാണ് അയക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൻ്റെ പുറത്തുനിന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വേറെ ഫോണിലേക്ക് അയക്കുക അതും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറഞ്ഞുതരാൻ പോണത്, നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിന് വലിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ വേറെ ഫോണിലേക്ക് എങ്ങനെ അയക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഷെയർ ആപ്സ് ഉണ്ടാവും, സെൻഡ് ഉണ്ടാവും, റിസീവ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വേറെ ഏത് ഫോണിലേക്കാണ് അയക്കാൻ പോകുന്നത് ആ ഫോണിൽ ഇതേ സ്റ്റെപ്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിസീവ് കൊടുക്കുക. റിസീവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിസീവിങ് മോഡിൽ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് സെൻഡ് ചെയ്യേണ്ടത്, ഷെയർ ആപ്സിൽ പോയിട്ട് സെൻഡിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ആമസോണിൽ ക്ലിക്ക് ചെയ്യുക. ആമസോണിൽ ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ കാണാൻ കിട്ടുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ കാണാൻ കിട്ടുള്ളൂ. പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനൊന്നും ഇവിടെ കാണില്ല. ഓക്കെ, നിങ്ങൾ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ സെൻഡിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിസീവ് മറ്റേ ഫോണിൽ റിസീവ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഫോണിൻ്റെ ഇതിവിടെ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്ത വലിയ ആപ്ലിക്കേഷൻ നമുക്ക് വേറെ ഫോണിലേക്ക് അയക്കാൻ പറ്റുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വലിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ആൻറ്റിഡു ബെഞ്ച് മാർക്ക്, അതേമാതിരി CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ്, അതേമാതിരി സീല്, അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് വേറെ ഫോണിലേക്ക് അയക്കണമെങ്കിൽ ഇപ്പം ഈ ഫസ്റ്റ് മെത്തേഡിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആപ്പ് APK എക്സ്ട്രാക്ടർ ആൻഡ് അനലൈസർ. കണ്ടില്ലേ, ഈ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ആപ്പ് APK എക്സ്ട്രാക്ടർ ആൻഡ് അനലൈസർ. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും പ്ലീസ് സെലക്ട് ആ സേവ് ഡയറക്ടറി. അപ്പോൾ ഓക്കെ ഷുവർ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ APK ന്യൂ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. അവിടെ ഓക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ യൂസ് ദിസ് ഫോൾഡർ എന്ന് കൊടുക്കുക. സെലക്ട് ചെയ്യുക. എലോ APK എക്സ്ട്രാക്ടർ ടു ആക്സസ് ഫയൽ ഇൻ APK ന്യൂ. അപ്പോൾ എലോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ ഫോൾഡറിലേക്ക് ആവും പോവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ആൻറ്റിഡു ബെഞ്ച് മാർക്കിലെയും CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് എനിക്ക് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ഫോൾഡറിലേക്ക് നമുക്ക് ഇതിൻ്റെ APK ഫയൽസ് അയക്കാൻ പറ്റും എക്സ്ട്രാക്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാനിവിടെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ എക്സ്ട്രാക്ട് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാക്ട് സക്സസ്ഫുള്ളി. അതേമാതിരി എനിക്ക് സീലിൻ്റെ ആപ്ലിക്കേഷൻ, ഇവിടെ സീലിൻ്റെ ആപ്ലിക്കേഷൻ, ഈ സീലിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്യണം. അതും ഞാൻ എക്സ്ട്രാക്ട് ആപ്പ് കൊടുക്കുകയാണ്. എക്സ്ട്രാക്ട് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മൈ ഫയൽസിൽ പോവുക. മറ്റേ ഫോണിൽ പോയി കഴിഞ്ഞിട്ട് APK ഇൻസ്റ്റാളേഷൻ ഫയൽസിൽ പോവുക. നമ്മൾ അയച്ച 2 ആപ്ലിക്കേഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമാതിരി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്